pregnancy abort ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. 6 മാസത്തെ കല്യാണം. He is taking some pictures of the blood when you break somebody virginity. He is checking with the phone and all and taking pictures. വെർജിനിറ്റിയുടെ ബ്ലഡ് അവൻ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ കുട്ടീനെ ഞാൻ പരിചയപ്പെടുന്നത് തൃശ്ശൂർ വെച്ചിട്ടാണ്. ഈ കുട്ടിയും ഒരു പയ്യനുമായിട്ട്, തൃശ്ശൂരുള്ളൊരു പയ്യനുമായിട്ട് സ്നേഹത്തിലാവുകയും ഖത്തറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം അവൻ വിവാഹം കഴിക്കാമെന്നുള്ള ഒരു ഉറപ്പോട് കൂടിയിട്ടാണ് കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഈ കുട്ടിയും നേപ്പാൾ സിറ്റിസൺഷിപ്പാണ് അവൾക്കുള്ളത്. അവർ രണ്ടുപേരും തമ്മിൽ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് ഇഷ്ടത്തിലാവുകയും കുട്ടി ആ സമയത്ത് അവിടെ വെച്ച് പ്രഗ്നന്റ് ആവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് അവൻ പറഞ്ഞത് ഈ പ്രഗ്നൻസി അബോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടി ആ സമയത്ത് അവൻ അവളെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഖത്തറിൽ വെച്ചിട്ട് കല്യാണം കഴിക്കാനൊന്നും തയ്യാറായിരുന്നില്ല. പിന്നീട് ഇവള് നാട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ അവരുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഈ കല്യാണം കഴിക്കാതെ പ്രഗ്നന്റ് ആയ ഒരു കുട്ടിയെ സ്വീകരിക്കാൻ അവരുടെ മാതാപിതാക്കൾ റെഡി ആയിരുന്നില്ല. അവരുടെ സംസ്കാരം ആ ഒരു രീതിയിലുള്ളതാണ്. അവരെ സംബന്ധിച്ചിട്ട് ആരാണോ ആ കുട്ടിയുടെ വെർജിനിറ്റി എടുത്ത് അവരെ കല്യാണം കഴിക്കണം, അവരുടെ കൂടെ ജീവിക്കണം, ഫാമിലിയായിട്ട് ജീവിക്കണം, അതിലപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ഒരു അവരുടെ ആ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി അതിനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ അവളെ പുറത്താക്കപ്പെട്ടു. പിന്നീട് കുട്ടി മണിപ്പൂരിലെത്തുകയും ഒറ്റയ്ക്ക് തന്നെ അവളുടെ ഒരു സുഹൃത്തിന്റെ സഹായത്തോടു കൂടി അബോർഷൻ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം പലതവണ നിരന്തരമായിട്ടുള്ള സംസാരത്തിലൂടെയും അവളുടെ സുഹൃത്തുക്കൾ വഴിയൊക്കെ സംസാരിച്ചതിലൂടെ പറഞ്ഞു അവളെ നാട്ടില് അബോർഷന് ശേഷം വന്നു കഴിഞ്ഞാൽ ഞാൻ. എന്തുകൊണ്ടാണ് സ്ത്രീകൾ അല്ലെങ്കിൽ നമ്മൾ പെൺകുട്ടികൾ പിന്നെയും അപകടങ്ങളിൽ പോയി പെടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. തിരിച്ചറിവിന്റെ കുറവുകൊണ്ടാണോ അല്ലെങ്കിൽ ചിന്താശക്തിയുടെ കുറവുകൊണ്ടാണോ എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ച് ഒരു ഉത്തരം കണ്ടെത്തേണ്ട കാര്യമാണ്, അല്ലെ? സംസാരിക്കുന്നത് നാഗാലാൻഡ് മണിപ്പൂർ സ്വദേശിയായ ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഖത്തറിലാണ്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു യുവാവിനെ പരിചയപ്പെടുന്നു. അങ്ങനെ കഴിഞ്ഞ 2 വർഷമായി ഇവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അങ്ങനെ ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആവുന്നു. പ്രഗ്നന്റ് ആയ വിവരം യുവാവിനെ അറിയിക്കുമ്പോൾ പുറത്ത് ആരോടും ഇത് പറയണ്ട, ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളാം എന്നൊരു വാക്ക്, ഒരു പ്രോമിസ് ഈ യുവാവ് ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലായിടത്തും കേട്ടറിഞ്ഞതുപോലെ തന്നെ പിന്നീട് ഈ പ്രോമിസ് എല്ലാം തെറ്റിച്ച് ഈ യുവാവ് ഈ പെൺകുട്ടിനെ ചതിക്കുകയാണ്. ചതിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നീ കുഞ്ഞിനെ കളയണം, ലൈക്ക് അബോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു കണ്ടീഷൻ വെക്കുന്നു. അങ്ങനെ കല്യാണം എങ്ങനെയെങ്കിലും കഴിക്കണം. ഈ യുവാവിനെ അത്രയധികം സ്നേഹിച്ച ഈ പെൺകുട്ടി തന്റെ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുന്നു. അബോർട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ യുവാവ് ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ ഇവളെ അല്ലെങ്കിൽ ഈ പെൺകുട്ടീനെ സംരക്ഷിക്കുന്ന രീതിയിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നു. അങ്ങനെ പെൺകുട്ടി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മണിപ്പൂർ, നാഗാലാൻഡ് സ്വദേശത്തുള്ള കൾച്ചർ അല്ലെങ്കിൽ അവരുടെ സംസ്കാരം എന്ന് പറയുന്നത് വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള, സമൂഹം മുമ്പോട്ട് പോകുന്ന അത്രയും വേഗതയിൽ അല്ലെങ്കിൽ അത്രയും സ്പീഡിൽ അവരുടെ ചിന്താഗതികളോ അല്ലെങ്കിൽ അവരുടെ സംസ്കാരം ഉയർന്നു വരുന്നില്ല. ആ പെൺകുട്ടിയുടെ വീട്ടിലുള്ള സംസ്കാരം അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്തു വരുന്ന റിച്വൽ എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി കല്യാണത്തിന് മുമ്പ് പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ അയാളെ തന്നെ ആ പെൺകുട്ടി വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ചതിന് ശേഷം മാത്രമേ പെൺകുട്ടിയുടെ വീട്ടുകാർ അവളെ സ്വീകരിക്കുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി മരിച്ചതായിട്ട് കണക്കാക്കപ്പെടും. അവൾക്ക് വേണ്ടിയുള്ള ശേഷക്രിയകൾ ചെയ്യും. അവളുടെ ഒരു ഫോട്ടോ ഭിത്തിയിൽ തൂക്കി മാലയിട്ട് മരിച്ചു എന്ന് പ്രഖ്യാപിക്കും. ചിന്താഗതി ആ റിച്വൽസ് ഫോളോ ചെയ്തു വരുന്ന ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഉറപ്പായിട്ടും ഈ പെൺകുട്ടിയെ സ്വീകരിക്കില്ലല്ലോ, അല്ലെ? അങ്ങനെ ഇരിക്കെയാണ് 11 മാസങ്ങൾക്ക് മുമ്പ് ഈ പയ്യനെ അന്വേഷിച്ച് കേരളത്തിൽ ഈ പെൺകുട്ടി എത്തുന്നത്. ഒരു അന്യ സംസ്ഥാനത്തെ പെൺകുട്ടിക്ക് നമ്മുടെ നാട്ടിൽ ഏതൊക്കെ രീതിയിലുള്ള കൺസിഡറേഷനും പരിഗണനയുമാണോ കിട്ടുക, ആ പരിഗണനകൾ മാത്രമേ ഈ പെൺകുട്ടിക്കും കിട്ടിയിട്ടുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തതിന് ശേഷമോ കോടതിയെ സമീപിച്ചതിന് ശേഷമോ ഒന്നും ഇവരുടെ വിവാഹം നടക്കുകയോ അല്ലെങ്കിൽ തന്നെ ചതിച്ച ആ യുവാവിന് മാതൃകാപരമായ ശിക്ഷ കൊടുക്കുകയോ കിട്ടുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഈ യുവതി പറയുന്നത്. ഈ പെൺകുട്ടി പറയുന്ന അനുസരിച്ചാണെങ്കിൽ ശാരീരികപരമായും മാനസികപരമായും വളരെയധികം ബുദ്ധിമുട്ടേറിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഈ പെൺകുട്ടി കടന്നുപോയിട്ടുള്ളത്. എങ്കിൽ പോലും ആ യുവാവിനെ അവൾ ഇപ്പോഴും സ്നേഹിക്കുന്നു, ഇപ്പോഴും ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ യുവാവുമായിട്ട് കല്യാണം നടത്തണം, തിരിച്ച് സമാധാനപരമായി സന്തോഷപരമായി തന്റെ നാട്ടിലേക്ക് ചെല്ലണം, തന്റെ മാതാപിതാക്കളോടൊപ്പം സന്തോഷമായി ജീവിക്കണം. ഇത്രയും ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ ഈ പെൺകുട്ടിക്കുള്ളൂ. പല മലയാളികളുടെ കാഴ്ചപ്പാടിലും ആ പുരുഷനെ പോലെ തന്നെ ഈ പെൺകുട്ടിയും തെറ്റുകാരിയാണ്, അല്ലെ? ഒരു ലീഗൽ സപ്പോർട്ടും ഇല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ സഹായമില്ലാതെ ഒരു വിവാഹം പോലും കഴിക്കാതെ ഏത് രീതിയിലാണ് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഏതർത്ഥത്തിൽ വളർത്തുമെന്നാണ് നിങ്ങൾ ചിന്തിച്ചത്? ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് 2 പേർക്കെതിരെ ഉയർന്നു വന്നേക്കാം. പക്ഷെ എങ്കിൽ പോലും ഇരയാക്കപ്പെട്ടു അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ പെൺകുട്ടി കടന്നു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത്രയും വേദന ജനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ്, അല്ലെ? ിലേക്ക് പോയെന്ന് എൻ്റെ ലൈഫ് എന്ന് പറയും. പക്ഷെ അങ്ങനെ ഇവർ പലതവണ ഈ ഒരു കാര്യത്തിലേക്ക് വന്ന് അങ്ങനെ ഫൈനലി ഇവർക്ക് എങ്ങനെയും ഈ കേസ് വാഷ് ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട് കല്യാണത്തിന് വന്നു. നമ്മളുടെ കയ്യിലൊരു
അവരുടെ അഡ്വക്കേറ്റ് തന്ന ഒരു എന്താ പറയുക ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ബൈ മിസ്റ്റേക്കിൽ അവർ നമുക്ക് വാട്സപ്പ് ചെയ്തു, നമ്മളത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചു. അത് നമ്മൾ കോടതിയിൽ അവസാനം നമ്മൾ ഇത് ഇങ്ങനെയാണിത് പോകുന്നതെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ വക്കീലിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വക്കാലത്ത് തിരിച്ചു വാങ്ങി. കാരണം നമുക്ക് ഒട്ടും വിശ്വാസ്യത തോന്നുന്നില്ല അവരുടെ അടുത്ത്. നമ്മൾ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഇത് തിരിച്ചു വാങ്ങി. നമ്മൾ അതിൻ്റെ മൊത്തം ഇവരയച്ചു തന്ന ഈ മെസ്സേജ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വാട്സപ്പിലാണ് മെസ്സേജ് ചെയ്തത്. ഇല്ലീഗലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രിന്റ് ഒന്നും എടുത്ത് വെക്കാൻ പറ്റില്ല. അതായത് ഈ മാരിറ്റൽ റൈറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞത് ഇവിടെ നടക്കുന്ന കാര്യമാണ്. ഒരാൾ ലീഗലി മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാ പവറും ഉണ്ട്. പക്ഷെ ഇവർ എഴുതി വെച്ചിരിക്കുകയാണ് മാരിറ്റൽ റൈറ്റ് ഇല്ല, 6 മാസത്തിനുള്ളിൽ കുട്ടി ഈ കല്യാണം ക്യാൻസൽ ചെയ്യണം, എന്നാൽ മാത്രമേ തിരിച്ചു കൊണ്ടുപോകുള്ളൂ, എക്സ്പെൻസ് മാത്രമേ എടുക്കുള്ളൂ, കൂടെ താമസിക്കില്ല. ഖത്തറിൽ കൊണ്ടുപോവാം, അവിടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആൻഡ് ഓൾ അതർ എക്സ്പെൻസസ് ഒക്കെ കൊടുക്കാം, വേറെ കൂടെ താമസിക്കാനൊന്നും പറ്റില്ല, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് നമ്മൾ ഈ കേസ് കോഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു, ഈ വക്കീലെങ്ങാനും കേസ് കോഷ് ചെയ്ത് കളയുമോ എന്നുള്ളതുകൊണ്ടൊക്കെയാണ് നമ്മൾ വക്കാലത്ത് തിരിച്ചു മേടിച്ച് കോടതിയിൽ കുട്ടി ഡയറക്റ്റ് ഹാജരായി. ഞാനും അവളും കൂടിയിട്ടാണ് ജഡ്ജിന്റെ മുന്നിൽ ഡയറക്റ്റ് ഹാജരായിട്ട് പറഞ്ഞു, യെസ് ഇങ്ങനെയാണ് അവർ ഞങ്ങളെ വീണ്ടും ചീറ്റ് ചെയ്തു, കൊടുത്തു. അങ്ങനെ കേസ് 31-ന് ഓഗസ്റ്റ് 31-നാണ് ജൂലൈ 31-ന് കേസ് വീണ്ടും അന്വേഷിക്കാനായിട്ട് ജഡ്ജി പറഞ്ഞു. ഇപ്പോൾ ഇതിൽ സംസാരിക്കുന്ന ഈ സാമൂഹ്യ പ്രവർത്തക ഈ പെൺകുട്ടിനെ കണ്ടുമുട്ടുന്നത് തൃശ്ശൂർ വെച്ചിട്ടാണ്. ഒരു മലയാളിയല്ല. അതുകൊണ്ട് തന്നെ മലയാള നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മുമ്പോട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെ ആ പെൺകുട്ടീനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ആ പെൺകുട്ടീനെ സഹായിക്കാനായിട്ട് ഈ സാമൂഹ്യ പ്രവർത്തകർ തയ്യാറാവുന്നു. അതിന്റെ ഫലമായിട്ട് ഈ യുവാവിനെ കണ്ടെത്തണം, ഈ യുവാവുമായിട്ടുള്ള കല്യാണം നടത്തി തരണം, ഇങ്ങനെയൊക്കെയാണ് ഞാൻ നേരിട്ട സാഹചര്യങ്ങൾ എന്നുള്ളത് വെളിപ്പെടുത്തി ഒരു കേസ് കൊടുക്കുന്നു. ആ കേസിന്റെ ഫലമായിട്ട് യുവാവ് ഒരിക്കൽ പോലും ഹാജരാകുന്നില്ല. പകരം യുവാവിന്റെ പിതാവും യുവാവിന്റെ മാതാവും കോടതിയിലും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലും ഹാജരായി അവർ ഇമോഷണലി നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ വശമിട്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. കരയുന്നു, അല്ലെങ്കിൽ എന്റെ മകനില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഉറപ്പായിട്ടും കല്യാണം നടത്തി തരാം എന്നുള്ള ഫേക്ക് പ്രോമിസുകൾ, നടക്കാത്ത സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നടക്കാത്ത വാക്കുകൾ ഇവർക്ക് കൊടുക്കുന്നു. ആ വാക്കുകളെല്ലാം വിശ്വസിച്ച് ഇവർ കേസ് ക്ലോസ് ചെയ്യാൻ തയ്യാറാകുന്നു. അങ്ങനെ യുവാവുമായിട്ടുള്ള കല്യാണം നടക്കുന്ന ആ സമയത്ത് ഈ പെൺകുട്ടിക്ക് കുറെ അധികം കണ്ടീഷൻസ് വെക്കുകയാണ്. അതായത് ഈ കല്യാണം എന്ന് പറയുന്നത് 6 മാസത്തെ വാലിഡിറ്റി മാത്രം ഉണ്ടാകുന്ന ഒരു കല്യാണമായിരിക്കും. അവന്റെ സ്വത്തുക്കളിലോ അവന്റെ പൈസയിലോ ഒന്നും ഈ പെൺകുട്ടിക്ക് യാതൊരുവിധ അവകാശങ്ങളും ഉണ്ടാവുകയില്ല. പൂർണ്ണമായിട്ടും ഞങ്ങൾ അക്കോമഡേഷനും ഭക്ഷണവും മാത്രം നൽകും, ബാക്കി കൂടെ താമസിക്കാനോ ബാക്കിയുള്ള രീതിയിലുള്ള സഹായങ്ങളോ ഒന്നും ഞങ്ങളോ ഞങ്ങളുടെ കുടുംബമോ കൊടുക്കില്ല. ഇങ്ങനെയൊക്കെയാണ് ആ യുവാവിന്റെ ആൾക്കാർ അല്ലെങ്കിൽ യുവാവിന്റെ കുടുംബക്കാർ മുമ്പോട്ട് വെച്ച കണ്ടീഷൻസ്. ഇത്രയധികം കണ്ടീഷൻസ് ഉൾക്കൊള്ളുകൊണ്ട് എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് വിവാഹിതയാകാൻ പറ്റുക? വിവാഹത്തിൽ കണ്ടീഷൻസ് വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ആ കല്യാണത്തിലേക്ക് അല്ലെങ്കിൽ ആ വിവാഹത്തിലേക്ക് മുമ്പോട്ട് പോകാൻ സ്ത്രീകൾ ആരും താല്പര്യപ്പെടില്ല, അല്ലെ? പക്ഷെ ഇത്രയധികം കണ്ടീഷൻസ് വച്ചു എങ്കിൽ പോലും എങ്ങനെയെങ്കിലും ആ യുവാവിനെ കല്യാണം കഴിച്ചാൽ മതി, തന്റെ മാതാപിതാക്കളുടെ അടുത്തോട് സന്തോഷത്തോടെ തിരിച്ചു പോയാൽ മതി എന്ന് ആഗ്രഹിച്ച പെൺകുട്ടി അതിനും തയ്യാറായി. പക്ഷെ അതിനെല്ലാം തയ്യാറായിട്ടും വിവാഹ ദിവസങ്ങളിൽ പിന്നെയും പുതിയ ഓരോ കണ്ടീഷൻസ് കൊണ്ടുവരുന്നു, ഫേക്ക് പ്രോമിസുകൾ പിന്നെയും തരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടിക്ക് ആ പുരുഷനിലുള്ള അല്ലെങ്കിൽ ആ യുവാവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു, ആ കുടുംബത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കേസ് റീഓപ്പൺ ചെയ്യാൻ പിന്നീടും കോടതിയെ സമീപിക്കുന്നു. ഈ വീഡിയോയിൽ ആ പെൺകുട്ടി പറയുന്നത് പോലെ തുടക്കത്തിൽ എങ്ങനെയെങ്കിലും എനിക്ക് ആ യുവാവുമായിട്ടുള്ള, ഞാൻ സ്നേഹിച്ച ആ പുരുഷനുമായിട്ടുള്ള വിവാഹം നടന്നാൽ മതി എന്ന് മാത്രമായിരുന്നു. എന്നെ പിന്നെയും പറ്റിക്കുന്നത് കൊണ്ടും എന്റെ വിശ്വാസത നഷ്ടമായതുകൊണ്ടും എനിക്ക് അയാൾക്ക് മാതൃകാപരമായ ശിക്ഷ കിട്ടണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഞാൻ രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട്. എന്റെ രീതിയിൽ എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കേസ് റീഓപ്പൺ ആയിട്ടുണ്ട്. കേസ് ഇനിയും ഒരിക്കലും ക്ലോസ് ചെയ്യില്ല. മാതൃകാപരമായ ശിക്ഷ കിട്ടുന്നത് വരെ ആ യുവാവിനെതിരെ ഞാൻ പോരാടും എന്നൊക്കെയാണ് പെൺകുട്ടി പറയുന്നത്. ശരിയാണ്, പറ്റിക്കപ്പെടുന്നത് വരെ എല്ലാവരും നമുക്ക് നല്ലവരാണ്. എല്ലാവരും അവരുടെ നല്ല വശങ്ങൾ മാത്രമേ നമുക്ക് കാണിച്ചു തരുകയുള്ളൂ. ഒരുപക്ഷെ ആ നല്ല വശങ്ങളും ആ വിശ്വാസതയും ഒക്കെ കണ്ട് ഈ പെൺകുട്ടിയും വീണു പോയതായിരിക്കാം. എങ്കിൽ പോലും ഒരു പരിധിയിലധികം ആരെയും വിശ്വസിക്കരുത്. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മാതാപിതാക്കളുടെ, നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് തേടുക. ആ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലീഗലി എങ്കിലും ഒരു സപ്പോർട്ട് നമ്മുടെ റിലേഷൻഷിപ്പിന് ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം മാത്രം അതിനെ സീരിയസ് ആയി ഉൾക്കൊള്ളുക. അതിനെ സീരിയസ് ആയി നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആക്കി മാറ്റുക. അതിനെ നമ്മുടെ ഭാവിയെയോ നമ്മുടെ ജീവിതത്തെയോ നശിപ്പിക്കുന്ന രീതിയിൽ ഉയരാനോ വളരാനോ അനുവദിക്കാതിരിക്കുക. നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളെ വിശ്വസിച്ച് പോകുന്നുള്ള രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ എങ്കിലും നമ്മുടെ യുക്തിക്കും നമ്മുടെ വിശ്വാസ്യതയ്ക്കും ചേർന്ന ഒരു രീതിയിലുള്ള പ്രവൃത്തികൾ മാത്രം ചെയ്ത് മുമ്പോട്ട് പോകാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഞാൻ പങ്കുവച്ചത് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ.